നടിയുടെ ആരോപണത്തിന് പിന്നാലെ അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനം സിദ്ദിഖ് രാജിവെച്ചു. ഇമെയിലൂടെ അമ്മ പ്രസിഡന്റ് മോഹൻലാലിന് സിദ്ദിഖ് രാജിക്കത്ത് നൽകി. ആരോപണത്തിന്റെ പശ്ചാത്തലത്തിൽ സ്ഥാനത്ത് തുടരുന്നത് ശരിയല്ലെന്ന് സിദ്ദിഖ്. വിവരങ്ങളുമായി സുധീഷ് ഗോപാൽ ചേരുകയാണ്. സുധീഷ്, ഈ ഗുരുതരമായ ലൈംഗിക ആരോപണത്തിന് പിന്നാലെ തന്നെയാണ് സിദ്ദിഖ് അമ്മയുടെ നേതൃസ്ഥാനം രാജിവെച്ചിരിക്കുന്നത്. ഈ രാജിക്കത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം പരാമർശിക്കുന്നത്? കെ.പി. സുരേഷ് രാജിക്കത്തിൽ 2 വരികൾ മാത്രമാണുള്ളത്. ഇപ്പോൾ തനിക്കെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങളെ കുറിച്ച് അങ്ങക്ക് അറിവുണ്ടായിരിക്കുമല്ലോ. തനിയെ തന്നെ താനിത് ഈ ഒരു പശ്ചാത്തലത്തിൽ രാജിവെക്കുന്നു എന്നതാണ് സിദ്ദിഖ് അതിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. ഇതിന്റെ പശ്ചാത്തലത്തിൽ അമ്മയുടെ ജനറൽ ബോഡിയുടെ ഒരു ഓൺലൈൻ മീറ്റിംഗ്, ജനറൽ ബോഡി അല്ല, എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ ഒരു ഓൺലൈൻ മീറ്റിംഗ് ഇന്ന് കൂടിയിരുന്നു. അതിൽ ബാബുരാജിനെ, ജോയിന്റ് സെക്രട്ടറി ആയിരുന്ന ബാബുരാജിനെ താൽക്കാലികമായി ജനറൽ സെക്രട്ടറിയുടെ ചുമതല നൽകിക്കൊണ്ട് ഈ രാജിക്കത്ത് അമ്മ അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. 27-നോ 28-നോ ഇനി അമ്മയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗം ചേരും. അന്ന് കൂടുതൽ തീരുമാനങ്ങൾ കൈക്കൊള്ളുമെന്നാണ് അമ്മയുടെ ഭാരവാഹികളിൽ നിന്നും അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഇന്നലെയാണ് യുവനടിയുടെ ഭാഗത്തു നിന്നും ഇത്തരം ഗൗരവതരമായ ഒരു ആരോപണം ഉണ്ടായത്. ഇന്ന് രാവിലെ തന്നെ സിദ്ദിഖ് അമ്മയുടെ പ്രസിഡന്റ് മോഹൻലാലിന് രാജിക്കത്ത് നൽകിയായിരുന്നു. ഇമെയിലായാണ് രാജിക്കത്ത് അയച്ചത്. അതിനു മുമ്പ് തന്നെ അടുപ്പമുള്ളവരോടും പ്രസിഡന്റ് മോഹൻലാലിനോടും വിളിച്ച് രാജിവെക്കുന്നതിന്റെ കാര്യങ്ങൾ ചർച്ച ചെയ്തിരുന്നു. നിയമോപദേശം അടക്കം തേടുകയും ഈ ആരോപണത്തിൽ ചെയ്ത ശേഷമാണ് ഇത്തരമൊരു തീരുമാനം എന്നതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അമ്മയ്ക്കുള്ളിൽ തന്നെ വലിയ രീതിയിലുള്ള ആദ്യ നിയമ കമ്മിറ്റി റിപ്പോർട്ട് സംബന്ധിച്ച പ്രതികരണങ്ങൾ വന്നപ്പോൾ തന്നെ അമ്മയ്ക്കുള്ളിൽ വലിയ രീതിയിലുള്ള അഭിപ്രായ ഭിന്നത പ്രകടമായിരുന്നു. അതിന് പിന്നാലെയാണ് സിദ്ദിഖിനെതിരെയും ഗൗരവതരമായ ഒരു ആരോപണം വരുന്നത്. അത് കൂടുതൽ പൊട്ടിത്തെറികളിലേക്ക് വലിച്ച് എത്തിക്കും എന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് അടിയന്തരമായി തന്നെ സിദ്ദിഖ് രാജിവെച്ചിട്ടുള്ളതും. കെ.പി. സുരേഷ്. സുധീഷ് ഗോപാലാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.